അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. സർവീസ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, എല്ലാവരിലും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ആലോചിക്കുകയാണ് എന്തൊക്കെ കാണണം. എനിക്കിവിടെ അനുവദിക്കപ്പെട്ട സമയം 10 മിനിറ്റാണ്. സാധാരണ ഒരു പ്രസവത്തിൻ്റെ കാലയളവ് 10 മാസമാണ്. അതുപോലെ എൻ്റെ പ്രസംഗത്തിൻ്റെ കാലയളവ് 10 മിനിറ്റ് മതി എന്നാണ് സംഘാടകരുടെ തീരുമാനം. ഇത്രയും ഉത്ബുദ്ധനായ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ നല്ലോണം കരുതണം. വേറെ ഏതെങ്കിലും സദസ്സാണെങ്കിൽ കുറെ ആളുകളുടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞ് പോന്നാൽ മതി. ഇവിടെ ഈ ഒരു സദസ്സിനോട് സംസാരിക്കുമ്പോൾ ഒരു കണക്കിന് നോക്കിയാൽ ധൈര്യമാണ്. കാരണം എന്ത് വിളിച്ചു പറഞ്ഞാലും അതൊക്കെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, പഴയ കാലത്തിന്റെ നേർ വിപരീതമായി മാറിയിട്ട് പുതിയ കാലം. അതിനൊരു ഉദാഹരണമായി പറയാനുള്ളത്, പണ്ടൊക്കെ കോഴിയിറച്ചി കഴിക്കുന്നപ്പോൾ ഇറച്ചി കോഴിയായി മാറി. പണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാര്യം സാധിക്കാൻ പുറത്തേക്ക് ഓടലായിരുന്നു. ഇപ്പൊ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാര്യം സാധിക്കാൻ വീട്ടിനുള്ളിലേക്കാണ് ഓടാറ് എന്നാണ് അവർ പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ചിന്താഗതിയും മാറിയിട്ട്, നേരത്തെ ഉദ്ഘാടനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ മലയാളികളുടെ ചിന്താഗതി ഓരോരുത്തരുടെയും കണക്കിന് അവരൊക്കെ പോസിറ്റീവാണ്. പക്ഷെ നെഗറ്റീവാണോ എന്നുള്ളത് മറ്റൊരാളുടെ കണ്ണിലൂടെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട്. ഇന്ത്യയിലെ പൊതുവെ മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളുള്ളത് കേരളമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആശുപത്രികളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഉള്ളത് കേരളത്തിലാണ്. എവിടെയോ ഒരു ചിന്താഗതിയുടെ മാറ്റം. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉയർന്നു വരുമ്പോൾ നമ്മളത് പോസിറ്റീവായി കാണുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ആരോഗ്യ രംഗത്തെ നെഗറ്റീവിനെയാണ് കാണിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതി ഇനിയും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ് നേരത്തെ MLA പറഞ്ഞപ്പോൾ മലയാളികളുടെ ഇപ്പോഴത്തെ ചിന്താഗതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മലയാളികളെ എവിടെ പോയാലും ഒന്ന് പറയിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. നല്ലത് പറയിപ്പിക്കും മുന്നിലുണ്ടാവും, മോശപ്പെട്ടത് പറയിപ്പിക്കാൻ മുന്നിലുണ്ടാവും. അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മുമ്പ് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു സംഭവം, മലയാളിയെ കുറിച്ചുള്ളൊരു സംഭവം അത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കാം. അതായത് 3 പേര് ഒരു വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 3 പേര് വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാള് വിമാനം, അതായത് ഇതിന്റെ റിയലായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഒരു കാര്യം പറയുമ്പോൾ എന്നുള്ള അങ്ങനെ കണ്ടാൽ മതി. ഒരാൾ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് കൈയിട്ടു കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കൈയെടുത്ത് പറഞ്ഞു, നമ്മളിപ്പോൾ അമേരിക്കയുടെ മുകളിലൂടെയാണ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള 2 പേര് താഴോട്ട് നോക്കിയപ്പോൾ ശരിയാണ്, അമേരിക്കയിലുള്ള മുകളിലൂടെ ചിക്കാഗോ സിറ്റിയുടെ മുകളിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അവർക്ക് മനസ്സിലായി. അപ്പോ മറ്റൊരു ചോദിച്ചു, എങ്ങനെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറത്തേക്ക് കൈയിട്ടപ്പോൾ അമേരിക്കയിൽ അന്ന് ഭയങ്കര ആകാശമുക്കി നിൽക്കുന്ന ബിൽഡിങ്ങുകളാണല്ലോ. അപ്പൊ ഈ ബിൽഡിങ്ങുകളുടെ മുകളിൽ എന്റെ കല്ലിങ്ങനെ തട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് അമേരിക്കയുടെ മുകളിലൂടെ. അപ്പൊ ശരിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആള് പുറത്തേക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ജപ്പാന്റെ മുകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ നോക്കിയപ്പോൾ അങ്ങനെ ശരിയാണ്, ജപ്പാന്റെ മുകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളോട് ചോദിച്ചു എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും? അപ്പൊ അയാൾ പറഞ്ഞു ജപ്പാനെ വിവര സാങ്കേതിക വിദ്യയിലൊക്കെ വളരെ മുന്നണിക്കുന്ന രാജ്യമായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൈയിട്ട എൻ്റെ ഈ കൈ ആന്റിനമലും ഏരിയയിലും ഒക്കെ തട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ജപ്പാന്റെ മുകളിലൂടെ ആണ് പ്രത്യേകിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആള് പുറത്തേക്ക് കൈയിട്ടിട്ട് പറഞ്ഞു, കൈ ഉള്ളിലേക്ക് എടുത്തിട്ട് പറഞ്ഞു നമ്മളിപ്പോ കേരളത്തിന്റെ മുകളിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് രണ്ട് രാജ്യങ്ങളുടെ പേരാണ്. ഇയാളൊരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തെ കൃത്യമായിട്ട് ഇങ്ങനെ കണക്കുകൂട്ടി പറയാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പുറത്തേക്ക് കൈയിടുമ്പോൾ എന്റെ കയ്യിലൊരു വാച്ച് മോതിലുണ്ട്, ഞാൻ ഉള്ളിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അത് കാണുന്നില്ല. ഇത് നമ്മൾ തമാശയായിട്ട് കാണാണെങ്കിലും കാണാൻ കഴിയുമെങ്കിലും സംഗതികൾ ഏറെക്കുറെ അങ്ങനൊക്കെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥ. നെഗറ്റീവുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ചുറ്റുപാടിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിന് തന്നെ വലിയ പണിയാണ്. ഇപ്പൊ ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ പത്രം നിർത്തി ഇപ്പൊ നല്ല സുഖം എന്ന് വെറുതെ പോസ്റ്റ്. ഒരുപാട് ലൈക്കുകളും ഒരുപാട് പ്രതികരണങ്ങളും അതിലുണ്ടായി. കാരണം ഞാനത് നിർത്താൻ കാരണം ഒരു ദിവസം ഞാൻ പത്രം എടുത്ത് വെറുതെ നോക്കി എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന എത്ര വാർത്തകൾ എത്ര വിഷയങ്ങൾ അതിലുണ്ട് നോക്കിയപ്പോൾ ആകെ ഒരു 2%, 3% മാത്രമേ വിഷയങ്ങൾ പത്രത്തിൽ എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കിയുള്ള 98% സംഗതികളും നെഗറ്റീവുകളും അത് തലയിൽ കയറ്റി നടക്കുമ്പോൾ നമ്മുടെ ഈ മാനസികാരോഗ്യം പാടപ്പാടം തകർന്നു പോകുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മളിന്ന് ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് പുതിയ നിർവചനങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ആരോഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുമായിരുന്നു, രോഗമില്ലാത്ത അവസ്ഥ എന്നാണ്. പക്ഷെ ഇപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതൊക്കെ മാറ്റി. ഇപ്പൊ ആരോഗ്യമുള്ള ഒരാളുണ്ട് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ഫിസിക്കല്, മെന്റല്, സോഷ്യല്, എക്കണോമിക്, സാമ്പത്തികവും സാമൂഹികവും മാനസികവും ശാരീരികവും ഈ 4 കാര്യങ്ങളും പോസിറ്റീവാണെങ്കിൽ മാത്രമേ അയാള് ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റൂ. ആ കാലത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പത്രമാധ്യമങ്ങളും വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നെഗറ്റീവുകൾ കൊണ്ട് നമ്മുടെ തലമണ്ഡം നിറഞ്ഞു കിടക്കുകയാണ്. അതിലേക്ക് പോസിറ്റീവുകൾ കടന്നു വരാനുള്ള ഒരു നേരിയ സൂചി വഴി പോലും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, ഇത്രയധികം ആളുകൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ഇതിന്റെ ഈ കൂട്ടത്തിന്റെ അവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശമോ ഒന്നും എനിക്ക് അറിയുമായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു കൂട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും വരാനും ഇങ്ങനെയൊരു സദസ്സിനെ അഭിമുഖീകരിച്ച് 2 വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം 99 സർക്കിൾ എന്നുള്ളത് 99 അതിൽ ഒതുങ്ങാതെ 100ലേക്ക് കയറി അത് പൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മെയ്ഫൺ ഹാസ്യമാണത് അഭിനയിപ്പിച്ച് പരിഹരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ആ ഹാസ്യം ഉപയോഗിച്ച് തന്നെ നിരവധി വർഷങ്ങളായി നമ്മളെ എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സിദ്ദീഖ് കൊടിയത്തൂർ അവർക്ക് നന്ദി സ്നേഹമായിരുന്നു.